അതുകൊണ്ട് ശരിയായ ഒരു വ്യക്തിയായിട്ട് രൂപപ്പെടാൻ അതേസമയത്ത് ZQല് നമ്മൾ ചെയ്യുന്നത് അപ്പം അച്ഛനും അമ്മയ്ക്കും ആരാണെന്ന് പോലും തിരിച്ചറിയാത്ത സോഷ്യോ ഇമോഷണൽ തീരെ ഇല്ലല്ലോ. അപ്പോൾ ZQല് കുട്ടികൾക്ക് കിട്ടുന്നൊരു ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് അവർക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നു. വളരെ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ നല്ലൊരു ഘട്ടത്തിലൂടെയാണ് അവർ ഈ ZQല് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ പോണ്ട് വർക്കുകളുണ്ട്, നേച്ചർ വാക്കുണ്ട്, പിന്നെ എല്ലാ വിഷയങ്ങളുടെയും അടിസ്ഥാനം കളികളിലൂടെ അവർ പഠിക്കുന്നു. അപ്പോൾ ഒരു സ്ട്രെസ്ഡ് ലേണിംഗ് ഇവിടെ ഇല്ല, നമ്മളെ പഴയ രീതിയിലുള്ള പഠിപ്പിക്കലുകളില്ല, കുറച്ച് പ്ലേഫുള്ളായിട്ടുള്ള ഇതിലെ ആക്ടിവിറ്റീസിലൂടെ. അപ്പോൾ നമ്മൾ 3 വർഷമാണല്ലോ. അത് തന്നെ വളരെ പ്രധാനപ്പെട്ട ZQല് എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ZQല് LCQ, MCQ, UCQ ഇങ്ങനെ പ്രീ പ്രൈമറി 3 ആക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ZQല് നമ്മളൊരു 3 വർഷമാണ്, അതായത് 3-ാമത്തെ വയസ്സിൽ കുട്ടിയെ ഇവിടെ ചേർക്കുന്നു. അപ്പോൾ LCQ എന്നുള്ളത് അതിൻ്റെ ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജാണ്. അതിൽ നമ്മൾ എഴുത്തൊന്നും ആരംഭിക്കുന്നില്ല, പക്ഷേ കുട്ടികൾ അക്ഷരങ്ങൾ പരിചയപ്പെടുന്നു, തിരിച്ചറിയുന്നു, ചിത്രവായന, ഇങ്ങനെയുള്ള പ്രീ റീഡിങ് ആൻഡ് പ്രീ റൈറ്റിംഗ് സ്റ്റേജസിലൂടെയാണ് LCQല് കടന്നു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2-ാമത്തെ വർഷം, അതാണ് MCQ മിഡിൽ. അവിടെയാണ് നമ്മൾ അക്ഷരപഠനത്തിലേക്കൊക്കെ വരുന്നത്. പിന്നെ 6-ാമത്തെ വയസ്സ്, 5 മുതൽ 6 വയസ്സ് വരെ UCQ. ഇങ്ങനെ 3 വർഷങ്ങളിലായിട്ടാണ് ഈ ZQവിൻ്റെ ഒരു ക്രമീകരണം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രമീകരണം നേരത്തെ ഇല്ലാത്തതാണ്. NCFലാണ് 2020 ഇങ്ങനെ 3 വയസ്സിലുള്ള KGയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു 5 വർഷമൊക്കെ മുമ്പ് തന്നെ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. ഈ ഒരു വിഭജനത്തെക്കുറിച്ച് മാഷിൻ്റെ ഒരു അഭിപ്രായം? അത് എനിക്ക് തോന്നുന്നത് ഒരു മഹത്തായ ഒരു പ്രക്രിയയിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. കാരണം 3 വയസ്സാകുമ്പോൾ തന്നെ കുട്ടിക്ക് കുറേയൊക്കെ കാര്യങ്ങൾ സ്വയം ചെയ്യാനായ ഒരു കുട്ടിയെ 3, 4, 5 വയസ്സിൽ, ആ വയസ്സ് പ്രായത്തിൽ അവർക്ക് അതിനനുസരിച്ചുള്ള അനുഭവങ്ങൾ ധാരാളം കിട്ടുമ്പോഴാണ് അവരുടെ കഴിവുകൾ പരമാവധി വികസിക്കുക. അതുകൊണ്ട് ശരിയായ ഒരു വ്യക്തിയായിട്ട് രൂപപ്പെടണമെങ്കിൽ അവർക്ക് ഈ ചെറിയ പ്രായത്തിൽ കിട്ടുന്ന വിദ്യാഭ്യാസം പരിഗണനയ്ക്കൊക്കെ വലിയ ഒരു പങ്കുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ പ്രീ സ്കൂളുകളിൽ ഇപ്പോൾ അക്ഷര പഠനത്തിനാണ്, അതായത് ലാംഗ്വേജ് ആൻഡ് ലിറ്റററി സ്കിൽസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. 1 മുതൽ പിന്നെ അതേപോലെ അക്കങ്ങൾ എണ്ണാൻ 100 വരെയൊക്കെ എണ്ണും, അല്ലെങ്കിൽ 1000 വരെ എണ്ണും. അപ്പോൾ സംഖ്യാബോധമില്ലാതെ കുട്ടികൾ ഇങ്ങനെ എണ്ണാൻ പഠിക്കുന്നു, പിന്നെ ABCD വായിക്കാൻ പഠിക്കുന്നു, അക്ഷരങ്ങൾ പഠിക്കുന്നു. അതേസമയത്ത് ZQല് നമ്മൾ ചെയ്യുന്നത് ഈ അക്ഷര പഠനത്തെക്കാളേറെ ആശയപഠനത്തിനും അതുപോലെ എക്സ്പ്ലോർ ചെയ്യുക, പിന്നെ അതേപോലെ ഈ ഡെവലപ്മെൻറ്റ്സിൻ്റെ എല്ലാ ഡൊമൈനും, അതായത് ഇപ്പോൾ ലാംഗ്വേജ് എന്നുള്ളത് ആകെ ഒരു ഡൊമൈൻ മാത്രമാണ്. അതുപോലെ കോഗ്നിറ്റീവ് എല്ലാ വ്യക്തിത്വ വികസനത്തിൻ്റെ 5 മേഖലകളിലൂടെ തുല്യ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ സോഷ്യോ ഇമോഷണൽ ഡൊമൈന്, അപ്പോൾ കുട്ടികളെ എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് ഒരു കൂട്ടത്തിൽ ജീവിക്കേണ്ടത്, അത് ഒരുപാട് കളികളിലൂടെ കുട്ടികൾ പോകുമ്പോൾ അവർക്കിടയിൽ വളരെ ജെന്യുവനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഷെയറിങ്, കെയറിങ്, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കൽ, ഇതിനൊക്കെ കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു കരിക്കുലാണ് നമ്മൾ ZQല് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആഗോളതലത്തിൽ തിരിച്ചറിയപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണത്. പക്ഷേ നമ്മളുടെ ഈ മെയിൻ സ്ട്രീം സിസ്റ്റത്തിൽ ഈ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന കുറേ മേഖലകളാണിത്. ഇപ്പോൾ മാഷെ ഒരു SCRTൻ്റെ ഒക്കെ ട്രെയിനർ എന്നുള്ള നിലയിൽ ഒരുപാട് കാലം നമ്മളൊരുമിച്ച് തന്നെ ഈ മേഖലകളിലൊക്കെ വർക്ക് ചെയ്ത ആളുകൾ എന്നുള്ള നിലയിൽ നമ്മളുടെ സ്കൂൾ സിലബസിൽ എന്തുകൊണ്ടാണ് ഈ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റിനും അതേപോലെ മറ്റ് മേഖലകൾക്കും ഈ ഒരു പ്രാധാന്യം കിട്ടാതെ പോയതെന്നാണ് നമുക്ക് തോന്നുന്നത്? എല്ലാ മേഖലയും 5 മേഖലയാണല്ലോ പറയുന്നത്. ഒന്ന് ഫിസിക്കൽ ഡൊമൈൻ, സോഷ്യോ ഇമോഷണൽ, കോഗ്നിറ്റീവ്, പിന്നെ ഈസ്തറ്റിക്, പിന്നെ മോറൽ. അപ്പോൾ ഈ 5 ഡൊമൈനിലും ശരിക്കും കുട്ടി ഡെവലപ്പ് ആവണമെങ്കിൽ ആ ഡെവലപ്പ് തുടങ്ങേണ്ട പ്രായം എന്ന് പറയുന്നത് പ്രീ സ്കൂൾ, അതായത് 6 വയസ്സിന് മുമ്പാണ്. അവിടെ കിട്ടുന്ന അനുഭവങ്ങളാണ് പിന്നൊരു കുട്ടി വളരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇപ്പോഴുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലാണെങ്കിൽ പോലും
ഈ 5 ഡൊമൈനിലേക്കൊന്നും സ്കൂളിലെ പ്രവർത്തനങ്ങൾ ഇന്ന് കാണുന്ന ഈ ലഹരി പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള അടിപിടികൾ, ഇതിലൊക്കെ ഇതൊരു കാരണമായിട്ട് സോഷ്യോ ഇമോഷണൽ തീരെയില്ല. തീരെയില്ലല്ലോ. അപ്പൊ അച്ഛനും അമ്മയ്ക്കും ആരാണെന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ അത് കുട്ടികൾ ഇമോഷണൽ ഇന്റലിജൻസിന് സ്കൂളുകളിൽ തീരെ പ്രാധാന്യം കൊടുക്കാത്തതാണ് ഇന്നത്തെ ഈ ദുരന്തങ്ങൾക്കൊക്കെ കാരണം നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്.